ബി.ജെ.പിയുടെ തലസ്ഥാനത്തെ എ ക്ലാസ് മണ്ഡലമായ വട്ടിയൂർക്കാവിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ശ്രീലേഖയുടെ പോസ്റ്റ് വായിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ജയിച്ച സ്ഥാനാർത്ഥികളുടെയും തോറ്റ സ്ഥാനാർത്ഥികളുടേതും ഉൾപ്പെടെ പലരും ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പുകൾ വായിച്ചതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേകതയായി തോന്നിയത് ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീലേഖയുടെ പോസ്റ്റാണ്. അതിലെ ഒന്ന് രണ്ട് വാചകങ്ങൾ നിങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട്. കാര്യം, വട്ടിയൂർക്കാവിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബി.ജെ.പി വൻ മുന്നേറ്റം നടത്തിയപ്പോൾ അവിടെ ഉറപ്പായിട്ട് വിജയിക്കുമെന്നുള്ളതായിരുന്നു ബി.ജെ.പിയുടെ അവകാശവാദം. അങ്ങനെയുള്ളിടത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ശ്രീലേഖ ജയിച്ചതിന് ശേഷം വോട്ടർമാർക്ക് നന്ദി അറിയിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുന്ന പാരഗ്രാഫ് നിങ്ങൾ കേൾക്കേണ്ടതാണ്. വട്ടിയൂർക്കാവിൽ വിജയിച്ചു വന്ന ശ്രീ കെ മുരളീധരന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു പ്രഗത്ഭനായ എം.എൽ.എയെ മാത്രമല്ല, ഒരു മന്ത്രിയെ കൂടിയാണ്. ജനങ്ങൾക്ക് വേണ്ടി നല്ല നിലയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിനാകട്ടെ. വീണ്ടും വീണ്ടും എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, വട്ടിയൂർക്കാവിൽ വിജയിച്ച ശ്രീ കെ മുരളീധരന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഒരു ജയിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു പ്രത്യേക അഭിനന്ദനം മനസ്സിലാക്കാം. അതിനോടൊപ്പമുള്ള അടുത്ത വാചകമാണ്, നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രഗത്ഭനായ എം.എൽ.എ മാത്രമല്ല, മന്ത്രി കൂടിയാണ്. അതായത് പ്രഗത്ഭനായിട്ടുള്ള വ്യക്തി സിറ്റിംഗ് എം.എൽ.എ ആയിരുന്നില്ല, അത് കെ മുരളീധരൻ ആയിരുന്നു എന്നവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിക്കെതിരെ എന്തിനാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീലേഖ മത്സരിക്കാൻ ഇറങ്ങിയത്? ഇന്നലകളിൽ വരെ എന്ത് സംഭവിച്ചാലും അവിടെ വിജയിക്കുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഇതും പോരാഞ്ഞിട്ട് ബി.ജെ.പി 37,000 വോട്ടിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യമുണ്ടായി. അതായത് നേരത്തെ ബി.ജെ.പി രണ്ടാം സ്ഥാനത്ത് വന്നുകൊണ്ടിരുന്ന മണ്ഡലം വി കെ പ്രശാന്ത് വിജയിച്ചതിന് ശേഷം ബി.ജെ.പിയുമായിട്ട് നേരിട്ടുള്ള ഫൈറ്റാണ് അവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെയുള്ള മണ്ഡലത്തിൽ ബി.ജെ.പി മൂന്നാം സ്ഥാനത്ത് പോവുകയും കോൺഗ്രസ് ജയിക്കുകയും ചെയ്തതിൽ എന്തെങ്കിലും വിചിത്രമുണ്ടോ? നേരെ നിയമത്തേക്ക് വന്നാൽ അതും ഇതുപോലെ വിചിത്രമാണ്. അവിടെ ബി.ജെ.പി വിജയിച്ച് കയറിയെടുത്ത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി. വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് ജയിച്ചെടുത്ത് ബി.ജെ.പി മൂന്നാം സ്ഥാനത്തേക്ക് പോയി. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ ബി.ജെ.പി 458 വോട്ടിന് ജയിച്ചെടുത്ത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് വോട്ടിംഗ് ശതമാനവും കുറഞ്ഞ് കൂപ്പുകുത്തി. അപ്പോൾ ബി.ജെ.പി ജയിക്കുന്നിടത്ത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തും കോൺഗ്രസ് ജയിക്കുന്നിടത്ത് ബി.ജെ.പി മൂന്നാം സ്ഥാനത്തും. എന്തൊരു വിചിത്രമാണല്ലേ! തലസ്ഥാനത്തെ കാര്യം മാത്രമാണത് പറഞ്ഞത്. എന്തായാലും ഇടതുപക്ഷത്തിന്റെ സീറ്റ് കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ ഇടതുപക്ഷം രണ്ടാം സ്ഥാനത്താണ്, ബി.ജെ.പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും. നേരത്തെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ബി.ജെ.പി മൂന്നാം സ്ഥാനത്ത് പോകുന്ന അത്ഭുതം അത് കഴക്കൂട്ടത്തും ദൃശ്യമായിരുന്നു, നേമത്തും ദൃശ്യമാണ്. നേമത്ത് 36,000 വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് 26,000 വോട്ടിലേക്ക് ചുരുങ്ങുകയും 5,000-ൽ പരം വോട്ടിന് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്താണ് തെളിയിക്കുന്നതെന്ന് സാധാരണ ചിന്താഗതിക്കാരോട് മാത്രമായിട്ട് ഒരു ചോദ്യമായി ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്.